സുഹൃത്തുക്കളെ നമസ്കാരം. ഇതിനൊരു ട്രോൾ വീഡിയോ ആണോ? അതോ ഇനി വിമർശനമാണോ? അതോ ഇനി വേറെന്തെങ്കിലും ആണോ എന്നൊക്കെ നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്ന തരത്തിലൊരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് നിങ്ങളുടെ അടുത്ത് വന്നേക്കുന്നത്. എന്തെന്ന് വെച്ച് കഴിഞ്ഞാല്, യുഡിഎഫിന്റെ ഒരു സ്ഥാനാർത്ഥി ഉണ്ടായിരുന്നു. ബിന്ദു കൃഷ്ണ എന്ന് പറയുന്ന കൊല്ലത്തുള്ള ഒരാളാണ്. അപ്പോൾ ഈ ബിന്ദു കൃഷ്ണ ഈ ബിരിയാണി അല്ലെങ്കിൽ ബിർണാണി ശംഖു എന്ന് പറയുന്നൊരു കുഞ്ഞിനെ പറ്റി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കാം. അതായത് ആ കുഞ്ഞിന് ഈ പറയുന്ന അംഗൻവാടിയിലെ മെനുവിൽ ബിർണാണി വേണമെന്നൊരു ഒരു ആവശ്യം ഉന്നയിക്കുകയുണ്ടായി. ആരിയ്ക്കുമ്പോഴാണ് ഇടതുപക്ഷ സർക്കാർ, അതായത് നട്ടെല്ലുള്ള അല്ല നട്ടെല്ലിന് ഉറപ്പുള്ള ഒരു സർക്കാർ ഇരിക്കുന്ന സമയത്താണ് ഈ ഒരു ആവശ്യം ആ കുഞ്ഞ് പറയുന്നത്. ആ ഒരു കുഞ്ഞിൻ്റെ വീഡിയോ ഭയങ്കര രീതിയിൽ വൈറലായി. സോഷ്യൽ മീഡിയ അടക്കം നമ്മുടെ ഈ മുഖ്യധാര മാധ്യമങ്ങളടക്കം എല്ലാവരും എടുത്ത് ചർച്ച ചെയ്തതോടുകൂടി ആ വീഡിയോ വൈറലായതോടൊക്കെ കൂടി മന്ത്രിയായിരുന്ന വീണ ജോർജ് രംഗത്തേക്ക് വരികയും ആ കുഞ്ഞിനെ വീഡിയോ കോൾ ചെയ്യുകയും ആ വീഡിയോ കോളിൽ ആ കുഞ്ഞിൻ്റെ അടുത്ത് പറയുകയും ചെയ്തൊരു കാര്യമുണ്ടായിരുന്നു. എന്താണ്? ശംഖുമോനെ, മോന് ബിർണാണി നമുക്ക് അറേഞ്ച് ചെയ്യാം കേട്ടോ എന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ ആ ഒരു ലിസ്റ്റിൽ അല്ലെങ്കിൽ മെനുവിൽ ഈ പറയുന്ന ബിർണാണി കൂടി ആഡ് ചെയ്തു. ബിർണാണി എന്ന് പറയുന്ന കുഞ്ഞിൻ്റെ ഭാഷ പറഞ്ഞാണ് ബിരിയാണി ആഡ് ചെയ്തു. അപ്പോൾ കുഞ്ഞുങ്ങൾക്ക് ആഴ്ചയിൽ ഒരു ദിവസം അല്ലെങ്കിൽ ആ കുഞ്ഞുങ്ങൾക്ക് ഒരു ബിരിയാണി കഴിക്കാനുള്ള ഒരു സംവിധാനം ഈ സ്കൂളുകളിൽ ഈ സ്കൂളുകളിൽ അവർ നടപ്പിലാക്കി കൊടുത്തു. അതിനുശേഷം ആ കുഞ്ഞിന് ബിരിയാണി അത് ഭയങ്കരമായിട്ടുള്ള സന്തോഷമൊക്കെ കാണിക്കുന്ന അതിൻ്റെ ഒരു വീഡിയോ ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. ബിരിയാണി കഴിക്കുന്നതും ആ മെനുവിൽ പറഞ്ഞ സാധനങ്ങൾ തന്നെ കൊടുക്കുകയും ചെയ്ത കാഴ്ചകളൊക്കെ നമ്മൾ കണ്ടു. അതായത് വെറും വാക്ക് പറയാതെ പറയുന്നതെല്ലാം നേടിയെടുത്ത് കൊടുക്കുന്ന അല്ലെ നടപ്പിലാക്കി കൊടുക്കുന്ന ഒരു പാർട്ടിയായിരുന്നു ഇടതുപക്ഷം എന്നുള്ളത് നമുക്ക് അവിടെ തന്നെ മനസ്സിലായി. ഒരു കുഞ്ഞിൻ്റെ ഒരു കുഞ്ഞാവശ്യം പറഞ്ഞപ്പോൾ ആ ഒരു ആവശ്യം പോലും അംഗീകരിച്ചു കൊടുത്ത ഒരാളുകളാണ് ഇടതുപക്ഷത്തിൽ ഇരിക്കുന്നത്. അതായത് ഈ കുഞ്ഞു പിള്ളേർ എന്തെങ്കിലും ആഗ്രഹം പറഞ്ഞ് അങ്ങ് സാധിച്ചു കൊടുത്തേക്കണടാ ഉവ്വ എന്നൊക്കെ പറയുന്നത് പോലെ ഇടതുപക്ഷ സർക്കാരിൻ്റെ നല്ല നേതാക്കന്മാർ ആ ഒരു കാര്യം അംഗീകരിച്ചു കൊടുത്തു. അപ്പോൾ അതിനുശേഷം പുതിയൊരു പാർട്ടി ഭരണത്തിലേക്ക് വരുന്നു. ആ പാർട്ടി ഭരണത്തിലേക്ക് വരുന്ന സമയത്ത് ഓരോ കാര്യങ്ങൾ ഇങ്ങനെ അവർ പുതിയതായിട്ടുള്ള ഇംപ്ലിമെൻറ്റേഷൻസ് കൊണ്ടുവരുന്നുണ്ട്. അതായത് ഈ പറയുന്ന ലൈഫ് മിഷൻ എന്ന് പറയുന്നൊരു പദ്ധതി എടുത്തു കളഞ്ഞിട്ട് അവരുടേതായിട്ടുള്ള രീതിയിൽ ഒരു പുതിയ വീട് ഭവന നിർമ്മാണ പദ്ധതി അവർ കൊണ്ടുവരുന്നു. പിന്നീട് കേരയിൽ ഇനി വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് കേരളിൻ്റെ മഞ്ഞക്കുറ്റി മൊത്തം പിഴുതെടുത്ത് കളഞ്ഞിട്ട് അതിവേഗം ബഹുദൂരം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു പുതിയൊരു പദ്ധതിയുമായിട്ട്, പുതുതല്ല, ഉമ്മൻചാണ്ടി ഇവിടെ 2016 ഉണ്ടായിരുന്ന സമയത്ത് ഇറങ്ങി പോകുന്ന സമയത്തൊക്കെ അവരുടെ പ്ലാനിലുണ്ടായിരുന്ന സംഭവം കൊണ്ട് പുതുതായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ കേരയിൽ വേണ്ടെന്ന് പറഞ്ഞപ്പോൾ ഒരുപാട് സന്തോഷം കൊണ്ട ആളുകളൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങളുടെ വസ്തു ഞങ്ങൾക്ക് തിരികെ കിട്ടി, ഞങ്ങൾക്കിനി ഞങ്ങളുടെ മക്കളുടെ കല്യാണം നടത്താം, വസ്തുവിൽ ഇനി ആർക്കും ഒരു അധികാരമില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വലിയ മെഴുകലൊക്കെ ആയിരുന്നു. ഇന്നിപ്പോൾ ആ മഞ്ഞക്കുറ്റി പിഴുതിട്ട് അവിടെ വേറെ ഒരു നീല കുറ്റി കൊണ്ട് നാട്ടി വെക്കാനായിട്ട് ഇവർ പോകുന്ന ഒരു കാഴ്ച കൂടിയാണ് നമ്മൾ കാണുന്നത്. എന്തായാലും സന്തോഷിക്കുന്ന ആളുകൾക്കെല്ലാം സന്തോഷിക്കാനുള്ള വക അവിടെയും കിട്ടി. അപ്പോൾ അങ്ങനെ ഓരോരോ കാര്യങ്ങളിൽ ഓരോരോ മാറ്റങ്ങൾ. PM-ശ്രീ എന്ന് പറയുന്ന ഒരു പദ്ധതി, PM-ശ്രീയിൽ ഇടതുപക്ഷ സർക്കാർ ഒപ്പിടില്ല എന്ന് സംഘികളുടെ അടുത്ത് മുൻപേ പറഞ്ഞിരുന്നതാണ്. എന്നാൽ പിന്നീട് വന്ന UDF അതിൽ ഒപ്പിട്ടിട്ടുണ്ടോ ഒപ്പിട്ടിട്ടില്ല എന്നുള്ളൊരു കാര്യം നമുക്കറിയില്ല. ഇന്നിപ്പോൾ VD സതീശൻ്റെ ബർത്ത്ഡേ ദിവസം VD സതീശനെ ഫോണിൽ വിളിച്ചിട്ട് അല്ലെങ്കിൽ VD സതീശൻ്റെ ബർത്ത്ഡേ വിഷ് അറിയിച്ചിരിക്കുകയാണ് നരേന്ദ്രമോദി. സംഗീശൻ, സതീശൻ, നുണേശൻ എന്നിങ്ങനെ പല പേരുകളിലാണ് ഇന്ന് ഈ VD സതീശൻ അറിയപ്പെടുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിലാണ് ഞാൻ ഈ ഒരു വീഡിയോ കണ്ടത്. അത് മുൻപ് തന്നെ അധികാരത്തിൽ വന്ന അന്ന് തന്നെ ബിന്ദു കൃഷ്ണ പറഞ്ഞതാണ് ഈ ബിരിയാണി കൊടുക്കുക എന്നുള്ളത് നമുക്ക് ഒരിക്കലും പറ്റുന്ന കാര്യമല്ല. കാരണം ബിരിയാണി കൊടുക്കുക എന്ന് പറയുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ വേണം. മുട്ട വേണം, ചിക്കൻ വേണം, അതിൻ്റെ ഗ്രേവി വേണം, അതിന് മസാല വേണം, അതിൻ്റെ ഈ പൊടികളും അതിന് സവോള അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വേണം. ഇതൊന്നും കൊടുക്കാനായിട്ട് ഇപ്പോഴത്തെ സാമ്പത്തിക സ്ഥിതി അനുസരിച്ച് നമുക്ക് പറ്റില്ല. അതുകൊണ്ട് ബിരിയാണി എന്ന് പറയുന്നൊരു സാധനം മെനുവിൽ നിന്ന് ഒഴിവാക്കേണ്ടി വരും. ആ കുഞ്ഞില്ലേ ശംഖു എന്ന് പറയുന്ന കുഞ്ഞ് ഞങ്ങളുടെ സെക്രട്ടറിയുടെ കൊച്ചുമകനാണ്, ചെറുമകനാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അതിവിദഗ്ധമായിട്ടിരുന്ന് മെഴുകുകയായിരുന്നു. എന്നാൽ ഇന്ന് ആ മെഴുകലുകളെല്ലാം പൊളിഞ്ഞിരിക്കുകയാണ്. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കുഞ്ഞ് തന്നെ രംഗത്തേക്ക് വന്നിരിക്കുകയാണ്. ഏകദേശം ഒരു 4-5 വയസ്സിന് താഴെയുള്ള കുഞ്ഞിൻ്റെ പ്രായം. ആ കുഞ്ഞ് തന്നെ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് മന്ത്രിയെ ഊക്കി വിടുന്നൊരു കാഴ്ചയുണ്ട്. ഞാൻ ആ ഒരു വീഡിയോ നിങ്ങളെ കാണിച്ചു തരാം. കുഞ്ഞുങ്ങൾ എന്ന് പറയുന്നത് ഒരു സമൂഹത്തിന്റെ ഏറ്റവും വലിയ സമ്പത്താണ്. കുഞ്ഞുങ്ങളെ നമ്മൾ എങ്ങനെ മോൾഡ് ചെയ്ത് അവരെ മുന്നോട്ട് നയിക്കുന്നു, വളർത്തുന്നു എന്നതിലിരിക്കുകയാണ് പ്രധാനപ്പെട്ട കാര്യം. അപ്പോ എന്നെ വന്നു കണ്ട ഈ വകുപ്പ് ഏറ്റെടുത്തതിന് ശേഷം എന്നെ വന്നു കണ്ട അംഗൻവാടി ജീവനക്കാർ സങ്കടത്തോടെ പറയുന്ന ഒരു കാര്യം, ബിരിയാണി കൊടുക്കാൻ പറഞ്ഞു, പക്ഷെ നിവർത്തിയില്ല. ഞങ്ങൾ ഇന്ന് ബിരിയാണി എങ്ങനെ കൊടുക്കും? കാരണം ഏറ്റവും പരിമിതമായ പൈസ കൊടുത്തിട്ട് ബിരിയാണി കൊടുക്കാൻ പറഞ്ഞാൽ എങ്ങനെ ഇരിക്കും? ആ മെനു അടക്കം എനിക്കിഷ്ടാ. നമ്മുടെ ആ ബിർണാണി ചോദിച്ച കുഞ്ഞുണ്ടല്ലോ, അവൻ നമ്മുടെ ചവറയിലെ ഞങ്ങളുടെ മളാകോൺസ് ജില്ലാ സെക്രട്ടറി രാധാമണി ചേച്ചിയുടെ കൊച്ചുമോനാ. അപ്പൊ ആ കുഞ്ഞുങ്ങളുടെ ഇഷ്ടങ്ങൾ നമ്മൾ പ്രയോറിറ്റി കൊടുക്കുന്നു. അതിനാണ് ഏറ്റവും വലിയ പ്രാധാന്യം കൊടുക്കുന്നത്. അപ്പോൾ അതിന് മറുപടി എന്നോണം ആ കുഞ്ഞ് രംഗത്തേക്ക് വന്നിട്ടുണ്ട് കേട്ടോ. ആ കുഞ്ഞിൻ്റെ വീഡിയോ ഞാൻ ആ കുഞ്ഞിൻ്റെ അക്കൗണ്ടിൽ നിന്ന് തന്നെ കാണിച്ചു തരാം. അതായത് ഞങ്ങളുടെ കൂടെയുള്ള ഒരാളുടെ ചെറുമകനാണെന്ന് പറഞ്ഞുകൊണ്ട് എന്ത് 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 നൈസായിട്ടാണല്ലേ കള്ളം പറയുന്നത് ബിന്ദു കൃഷ്ണ എന്ന് പറയുന്നൊരു നേതാവ്.
ഇവന്മാരെല്ലാം ഇങ്ങനെ തന്നെയാണോ? യുഡിഎഫിന്റെ എല്ലാ നേതാക്കന്മാരും ഇങ്ങനെ തന്നെയാണോ? എനിക്കൊരു സംശയം കൊണ്ട് ഞാൻ ചോദിച്ചു പോവുകയാണ്. വാ തുറന്നാൽ കള്ളം മാത്രം പറയുന്ന മുഖ്യമന്ത്രിയാണ് ഭൂലോക കള്ളൻ. അതിന്റെ താഴെ ഇരിക്കുന്ന മന്ത്രിമാരും ഇങ്ങനെ കള്ളന്മാരല്ലാതിരിക്കും. എനിക്ക് തോന്നുന്നു രമേശ് ചെന്നിത്തല മാത്രം ഇത്തിരി ഭേദമുണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. പുള്ളി പറയുന്നതും ചെയ്യുന്നതായിട്ടൊക്കെ എന്തെങ്കിലുമൊക്കെ ബന്ധമുണ്ട്. എന്നിട്ടും ഈ നാട്ടുകാർ ഇവർക്ക് കൊടുക്കുന്ന പേരെന്താണെന്നറിയോ? നിലപാടുകളുടെ രാജകുമാരൻ, നിലപാടുകളുടെ രാജകുമാരി, നിലപാടുകൾക്കൊപ്പം നിൽക്കുന്ന ആളുകൾ, എല്ലായ്പ്പോഴും പറയുന്നത് മാത്രം ചെയ്യുന്ന ആളുകൾ എന്നൊക്കെയാണ്. ഏതാണ് നിങ്ങൾ ആ പറയുന്ന നിലപാടുകളുടെ രാജകുമാരൻ? പറഞ്ഞ കാര്യം പറഞ്ഞതുപോലെ ചെയ്തിട്ടുള്ള ഒരു വിഷയം ഒന്ന് നിങ്ങളൊന്ന് കമന്റ് ബോക്സിൽ ഒന്ന് ഇട്ടേക്കണം, ഇതിന്റെ താഴെയായിട്ട്. എന്താണ് ചെയ്തതെന്ന് നിങ്ങളൊന്ന് പറയണം. ചെയ്യില്ല എന്ന് പറയുന്ന പല കാര്യങ്ങളും ചെയ്യുന്നു. ചെയ്തിട്ടില്ല എന്ന് നമ്മൾ ചെയ്തിട്ടുണ്ടെന്ന് നമ്മൾ പറയുമ്പോൾ ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് മെഴുകുകയാണ്. നിങ്ങൾ മാധ്യമങ്ങൾ അത് എഡിറ്റ് ചെയ്താണ്. നിങ്ങൾ മാധ്യമങ്ങൾ വെറുതെ കള്ളം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, നുണപ്രചരണങ്ങൾ നടത്തുകയാണ് മാധ്യമങ്ങൾ എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് പറയുന്നത്. വയനാട് തുരങ്ക പദ്ധതി നടപ്പിലാക്കരുതെന്ന് പറഞ്ഞുകൊണ്ട് അന്ന് മെഴുകിയിരുന്ന ആളുകൾ ഇന്ന് പറയുന്നത് വയനാട് തുരങ്ക പദ്ധതി നടപ്പിലാക്കാം, അത് ഞങ്ങൾ കണ്ടിന്യൂ ചെയ്ത് പോകും, കാരണം അത് യുഡിഎഫ് സർക്കാരിന്റെ കാലഘട്ടത്തിൽ അല്ലെങ്കിൽ ഈ ഉമ്മൻചാണ്ടിയുടെ ആഗ്രഹമായിരുന്നു, ഞങ്ങൾ നേടിയെടുത്ത് കൊടുക്കുമെന്നൊക്കെയാണ് പറയുന്നത്. ഉമ്മൻചാണ്ടിക്ക് ഒരുപാട് ആഗ്രഹങ്ങളും ഒരുപാട് കല്ലുകളും ഒക്കെ ഉണ്ടായിരുന്നു, ഉമ്മൻചാണ്ടി ഇട്ടിട്ട് പോയതൊക്കെ. അതൊക്കെ ഇന്ന് യാഥാർത്ഥ്യമായത് ഇടതുപക്ഷ സർക്കാർ ഉണ്ടായിരുന്നുകൊണ്ട് തന്നെയാണ്. എന്നാൽ ഇതൊന്നും അവരുടെ കഴിവ് കൊണ്ടല്ല, ഇതെല്ലാം ഞങ്ങളുടെ കഴിവാണെന്ന് പറഞ്ഞുകൊണ്ട് മെഴുകാനായിട്ടിരിക്കുന്ന കുറച്ച് ടീംസിനെ കാണുമ്പോൾ പുച്ഛം മാത്രമേ ഉള്ളൂ. അപ്പൊ എന്തായാലും ശംഖു പറയുന്ന ഒരു കാര്യം കൂടി നമുക്കിന്ന് കണ്ടുപോക്കണ്ടേ? ഈ പറയുന്ന ആരുടെ കൊച്ചുമകനാണെന്ന് ഈ ബിന്ദുകൃഷ്ണൻ പറഞ്ഞത് ആരുടെ കൊച്ചുമകനാണെന്നാണ്? അതിന് മറുപടി എന്നോണം ശംഖു പറയുന്ന ഒരു കാര്യം കൂടി ഉണ്ട്, കണ്ടു നോക്കാം. ഇഷ്ട നമ്മുടെ ആ ബിർനാണി ചോദിച്ച കുഞ്ഞുണ്ടല്ലോ, അവൻ നമ്മുടെ ചവറയിലെ ഞങ്ങളെ വളാകം ജില്ലാ സെക്രട്ടറി രാധാമണി ചേച്ചിയുടെ കൊച്ചുമോനാ. കൊച്ചുമോനല്ല, എന്റെ അപ്പാമ്മയുടെ ഓമന, എന്റെ അമ്മയുടെ കാര്യം. നൈസായിട്ട് അങ്ങ് മൂഞ്ചിച്ചു വിട്ടു. ഞങ്ങളുടെ ജില്ലാ സെക്രട്ടറിയുടെ അല്ലെങ്കിൽ ജോയിന്റ് സെക്രട്ടറിയുടെ ചെറുമകനാന്നാ പറഞ്ഞത്. എന്തായി ബിന്ദു ചേച്ചി? ഇപ്പോൾ ബിരിയാണി കൊടുക്കാനായിട്ട് നിങ്ങളെ കൊണ്ട് കഴിയില്ലെങ്കിൽ നിങ്ങൾ അത് പറയേ, അല്ലാതെ നിങ്ങളുടെ ജില്ലാ സെക്രട്ടറിയുടെയോ ജോയിന്റ് സെക്രട്ടറിയുടെ കൊച്ചുമകനാന്ന് പറഞ്ഞുകൊണ്ട് വന്നിട്ട് ഇങ്ങനെ ചിരിച്ചുകൊണ്ട് മെഴുകിയാൽ പോരാ. അതിന് കഴിവുണ്ടായിരുന്ന ഒരു പാർട്ടി തന്നെയായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. ചെയ്ത് കാണിച്ചിട്ടാണ് അവർ ഇറങ്ങിപ്പോയിരിക്കുന്നത്. അവർ ചെയ്തതിന്റെ കണ്ടിന്യൂ ആയിട്ടുള്ള കാര്യങ്ങളൊന്നും നിങ്ങൾ ചെയ്യണമെന്ന് ഞങ്ങൾ പറയുന്നില്ല. അവർ ചെയ്തതിന്റെ ഒരു പാതി പോലും നിങ്ങൾ ചെയ്യാൻ പറ്റില്ല എന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. എന്നാലും അറ്റ്ലീസ്റ്റ് ആ കുഞ്ഞുങ്ങളുടെ കാര്യത്തിലെങ്കിലും ഒരു മര്യാദ കാണിച്ചുകൂടായിരുന്നോ? നിങ്ങൾ ഈ ആശമാർക്ക് വലിയ ഫണ്ട് കൊടുക്കുമെന്ന് പറഞ്ഞു, നിങ്ങൾ 3000 തേച്ചു. പെൻഷൻ 3000 ആക്കുമെന്ന് പറഞ്ഞ് 2000 തേച്ചു. നിങ്ങൾ സൗജന്യ യാത്ര എന്ന് പറഞ്ഞ് ഇനി വരാൻ പോകുന്ന ഈ മാസം മുതൽ, അതായത് ഈ ജൂലൈ മുതൽ അത് സൗജന്യ യാത്ര നടപ്പിലാക്കുമെന്നൊക്കെ പറയുന്നുണ്ട്. അത് ഒരുപാട് ദൂരമൊന്നുമില്ല, ഈ ഓർഡിനറി ബസ്സുകളിൽ മാത്രമായിരിക്കും, അല്ലാതെ AC അങ്ങനെയുള്ള ബസ്സുകളിലൊന്നുമില്ല, സ്വിഫ്റ്റ് ബസ്സുകളിലൊന്നുമില്ല. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളിൽ മിക്കതും നിങ്ങൾ പറയുന്നതും ചെയ്യുന്നതുമായിട്ട് ഒരുപാട് വ്യത്യാസങ്ങളുണ്ട് മിസ്റ്റർ അല്ലെങ്കിൽ മേഡം. അത് ആദ്യം ഒന്ന് ക്ലിയർ ചെയ്തിട്ട് പറയുന്ന കാര്യങ്ങൾ ചെയ്യുക, ചെയ്യുന്ന കാര്യങ്ങൾ മാത്രം പറയുക എന്ന് പറയുന്ന രീതിയിൽ പോയി കഴിഞ്ഞാൽ കൊള്ളായിരിക്കും. ഇത് നിങ്ങളെ മാത്രം എപ്പോഴും വിമർശിക്കുന്നതല്ല, അങ്ങനെ ചെയ്ത് കാണിച്ചൊരു രാഷ്ട്രീയ പാർട്ടി ഇവിടെ ഉണ്ടായിരുന്നു, അല്ലെ അങ്ങനെ ചെയ്തുകൊണ്ടിരുന്ന ഒരു പ്രവർത്തകർ ഇവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെയാണ് നമ്മൾ ഈ ഒരു കാര്യം വ്യത്യാസമാണെന്ന് തന്നെ നമ്മൾ എടുത്തു പറയുന്നത്. അപ്പോൾ ആ കുഞ്ഞുങ്ങളുടെ കാര്യത്തിലെങ്കിലും കുറച്ചെങ്കിലും ഒരു മര്യാദ കാണിക്കാമായിരുന്നു എന്നുള്ളൊരു കാര്യത്തിൽ ഒരു സംശയവുമില്ല, അത് ഞാൻ എടുത്തു പറയുക തന്നെ ചെയ്യും. കാരണം എല്ലാം ചെയ്ത് കാണിച്ച് ഇതിങ്ങനെയൊക്കെ ചെയ്യാമെന്ന് പറഞ്ഞു പോയിട്ടുള്ള ഒരാളിനെ ഇവർ വന്നിട്ട് പറയാണ് ബിരിയാണി എങ്ങനെ കൊടുക്കാൻ പറ്റും, ഇത്ര ഫണ്ടല്ലേ അവർക്ക് കൊടുക്കുന്നുള്ളൂ, ഇത്ര അരിയല്ലേ കൊടുക്കുന്നുള്ളൂ, ഇത്ര മസാലയല്ലേ കൊടുക്കുന്നുള്ളൂ, ഇതൊക്കെ വെച്ചിട്ട് എങ്ങനെ ചെയ്യാൻ പറ്റും എന്നുള്ളത്. എന്നിട്ടൊരു മെഴുകലും കൂടി ആ കുഞ്ഞ് ഞങ്ങളുടെ വേണ്ടപ്പെട്ട കുഞ്ഞാണെന്നുള്ളത്. എന്ത് വേണ്ടപ്പെട്ട കുഞ്ഞാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ആഗ്രഹം പറഞ്ഞപ്പോൾ ആ ആഗ്രഹം സാധിച്ചു കൊടുക്കാനായിട്ട് വീണ ജോർജ് അടക്കമുള്ള ആളുകൾ ഇവിടെ ഉണ്ടായിരുന്നു. എന്നാൽ നിങ്ങൾക്കത് ചെയ്യാൻ പറ്റില്ല. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതല്ല, ഇവിടെ ഒരു പാർട്ടി ചെയ്തു വെച്ചിട്ട് പോയൊരു കാര്യങ്ങളെ നിങ്ങൾക്ക് അതിനെ ഏറ്റെടുത്തുകൊണ്ട് നടത്താൻ പറ്റില്ല. അങ്ങനെ നടത്തിക്കഴിഞ്ഞാൽ ആ പാർട്ടിയുടെ പേര് അതിൽ വരുമെന്നുള്ളൊരു പേടി, അല്ലെങ്കിൽ ആ പാർട്ടിയുടെ പേര് വരുമെന്നുള്ളൊരു ധാർഷ്ട്യം, അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഇവിടെ ഉള്ള സ്വീകാര്യത പോകും, അല്ലെങ്കിൽ അവർ ചെയ്തു വെച്ച കാര്യങ്ങൾ ഞങ്ങൾ വീണ്ടും കണ്ടിന്യൂ ചെയ്ത് പോകുന്നു വരും. ഞങ്ങൾക്ക് ഞങ്ങളുടേതായിട്ടുള്ള മാറ്റങ്ങൾ വേണം. അതായത് ശരിക്കും ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, നമ്മൾ എന്തിനാ കുനിഞ്ഞത്? ഒരാൾ കുനിയുകയാണ്, അപ്പോൾ കുനിയുമ്പോൾ നമ്മൾ ചെന്ന് ചോദിക്കുക എന്തിനാ കുനിഞ്ഞേ? അതെ, നിവരാൻ വേണ്ടി കുനിഞ്ഞതാ. അല്ലെങ്കിൽ ഒരാൾ വീട്ടിൽ നിന്ന് ഇറങ്ങി പോവാണ്, എന്നിട്ട് തിരിച്ചു നമ്മൾ ചോദിക്കുക എന്തിനാ പോയേ? വരാൻ വേണ്ടി പോയതാണ് എന്ന് പറയുന്നത് പോലെ തന്നെയാണ് ഇവിടെയുള്ള കാര്യങ്ങളൊക്കെ. അതായത് ഒന്നും വേണ്ട എന്ന് വെക്കുന്നത് ഇവർ തന്നെയാണ്, അതിന് വേറൊരു പേര് കൊടുത്തുകൊണ്ട് അതിനെ തുടങ്ങി വെക്കുന്നത് ഇവർ തന്നെയാണ്. ബിർനാണി എന്ന് പറയുന്ന ആ കുഞ്ഞിൻ്റെ ആഗ്രഹം അവർ സാധിച്ചു കൊടുത്തതിനെ ഇവരിപ്പോൾ വേണ്ടെന്ന് വെച്ചു. 2 ദിവസം കഴിയുമ്പോൾ ബിരിയാണിക്ക് പകരം വേണമെങ്കിൽ ഫ്രൈഡ് റൈസ് കൊണ്ടുവരാം, അല്ല അത് കഴിഞ്ഞിട്ട് പിന്നീട് വേണമെങ്കിൽ ബിരിയാണി കൊണ്ടൊക്കെ വരാം. അപ്പോൾ എല്ലാം നമ്മൾ ധാർഷ്ട്യം കാണിക്കുകയാണ്. അതായത് അവർ ചെയ്ത കാര്യങ്ങൾ ഞങ്ങൾ ചെയ്യുന്നില്ല, ഞങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ ഞങ്ങൾ ചെയ്തോളാം എന്നുള്ള രീതിയിലാണ്. എന്തായാലും ഇതിൽ ബുദ്ധിമുട്ടാൻ പോകുന്ന ഈ പാവപ്പെട്ട ജനങ്ങളും പാവപ്പെട്ട പിള്ളേരും ഒക്കെയാണ്. എന്തൊരു ഇരട്ടത്താപ്പൊക്കെയാണല്ലോ, എന്ത് അതിമനോഹരമായിട്ടാണല്ലേ കള്ളം പറയുന്നത് ബിന്ദു ചേച്ചി. നാണം കിട്ടും, നാറിയ അവസ്ഥ തന്നെ, പാവം.